നമസ്കാരം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 അങ്ങനെ കടന്നു പോവുകയാണ്. ഇനി 2 ട്രേഡിംഗ് ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. വലിയ സംഭവങ്ങളൊന്നും അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. 2024 മാർക്കറ്റിനെ സംബന്ധിച്ചോളം എങ്ങനെയായിരുന്നു, നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഇനി 2025 എങ്ങനെ പെർഫോം ചെയ്യും മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചനയിലേക്ക് വരുന്നുണ്ട്. പല പല നിർദ്ദേശങ്ങളുമായി ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ഷെയറുകൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നോക്കാവുന്നത് ഒക്കെയായിട്ട് നമുക്കും അങ്ങനെ ചില കാര്യങ്ങൾ പരിഗണിക്കണം. തീർച്ചയായും അതിനെ സംബന്ധിച്ചൊരു വീഡിയോ വേറെ ചെയ്യുന്നതാണ്. ഇനി 2 ദിവസത്തെ ട്രേഡിങ്ങിനിടയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. FISൻ്റെ പ്രവർത്തനങ്ങൾ വളരെ തുച്ഛമാണ്. അവർ തികച്ചും വിശ്രമ മേഖലയിലാണ് എന്ന് പറയാം. അപ്പോൾ അവരുടെ നിന്ന് വലിയ വാങ്ങലുകളോ വിൽപ്പനയോ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത 2 ദിവസങ്ങളാണ് ഇനി ഈ വർഷത്തിലെ ബാലൻസ് ഉള്ളൂ. മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് അല്പം പോസിറ്റീവായി തന്നെയാണ്. 23,817 ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 23,800 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നതൊരു പോസിറ്റീവായി തന്നെ കാണുന്നുണ്ട് എല്ലാവരും. മാർക്കറ്റ് ഒരു ബിയർ മാർക്കറ്റിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും കാണുന്ന കാര്യം. അതേസമയം ശക്തമായ ഒരു ബുൾ മാർക്കറ്റ് 25 പ്രതീക്ഷിക്കേണ്ട എന്നും എല്ലാവരും പറയുന്നുണ്ട്. മാർക്കറ്റ് അതിൻ്റെ ഒരു താളം കണ്ടെത്തി കഴിഞ്ഞു അടുത്ത വർഷത്തേക്കുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഉയരങ്ങളില്ലാതെ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരുന്നു. കാരണം പ്രൊഡക്ഷനെ സംബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെയുള്ളതാണ്. മാനുഫാക്ചറിങ് ഡേറ്റാസുകളിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉയരങ്ങളിലേക്ക് പോകുന്നില്ല. പല കമ്പനികളുടെയും റിസൾട്ടുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ വന്നു ഈ ക്വാർട്ടറിൽ വരാൻ പോകുന്ന റിസൾട്ടുകളും അത്രയൊന്നും വലിയ മുന്നേറ്റം കാണിക്കുന്നവയാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. മാർക്കറ്റിൽ എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡേറ്റകൾ കുറയുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടി നിൽക്കുന്നു, മാർക്കറ്റ് താഴ്ന്നു വരുന്നു, അങ്ങനെ പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കാരണമായി തീരുന്ന എക്കണോമിയുടെ ചലനങ്ങൾ എങ്ങനെയാണ് എന്ന് എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് RBIയുടെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ മാന്ദ്യത്തിന് സഹായകരമായ രീതിയിലായിപ്പോയി എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് RBIനെ. അങ്ങനെ പല ഇതും വരുന്നുണ്ട്. കാരണം ഇവരെല്ലാം ഇത് വീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന് പറ്റിയ നിർദ്ദേശങ്ങൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ നടപ്പാക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നുണ്ടാവും. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ സ്പെൻഡിങ് കൊണ്ട് മാത്രമേ ഇനിയും എക്കണോമി ഒന്ന് ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മുകളിലേക്ക് കയറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് ഏകദേശം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് RBIയോട് ഇനി അടുത്ത മീറ്റിങ്ങിൽ മിക്കവാറും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഉള്ള സൂചന കൊടുക്കുന്നുണ്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് സാമ്പത്തിക രംഗം വളരുന്നതിന് പകരം തളരുകയാവും ഉണ്ടാവുക എന്നൊക്കെയാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രഷർ RBIയിൽ ചെലുത്തുകയാണ്. മറ്റൊന്ന് പിന്നീട് ഈ പുതുവർഷത്തോടുകൂടി വരാനിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ബഡ്ജറ്റിലെ പ്രവർത്തനങ്ങളായിരിക്കും എങ്ങനെയാവുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം അവിടെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമ്മളുടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് മാനുഫാക്ചറിങ് ഡേറ്റാസ് എല്ലാം മെച്ചപ്പെടുകയുള്ളൂ എന്ന് എല്ലാവരും കരുതുന്നു. കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ജനം അത് കൂടുതൽ കൺസ്യൂം ചെയ്താൽ മാത്രമേ അത് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ, പ്രൊഡക്ഷൻ ഉയരുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ അതുമായി പോയിട്ട് കിടക്കുന്നത് കൊണ്ട് ആ രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ പണം ജനത്തിൻ്റെ കയ്യിൽ എത്തിക്കാനുള്ള ശ്രമമായിരിക്കും ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുക എന്നോ ടാക്സ് റിഡക്ഷൻ ഉണ്ടാകും എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ വന്നു തുടങ്ങിക്കഴിഞ്ഞു.
അപ്പോൾ 2025 അങ്ങനെയൊക്കെ ഒരു ശരിക്കും ഒരു ബുൾ മാർക്കറ്റിൻ്റെ തലത്തിലേക്ക് വരും എന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നുമില്ല. ഒരു 26,300 26,500 ലെവൽ വരെയൊക്കെയാണ് പലരും 2025 മാർക്കറ്റിനെ കാണുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. തീർച്ചയായും മാർക്കറ്റ് അതിനൊക്കെ മുകളിലാകും എന്നുള്ളതിനും എനിക്കൊരു സംശയവുമില്ല. 1,00,000-ത്തിലെത്തും സെൻസെക്സ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 2025. ഈ നിഫ്റ്റി ആണെങ്കിൽ ഒരു 28,000-ഓളമെങ്കിലും നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതൊക്കെ ഇടയ്ക്ക് സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് എപ്പോഴും കയറി തന്നെ നിൽക്കണമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. മാർക്കറ്റിന് ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതൊരു മൈനസ് ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ബിയർ മാർക്കറ്റിൻ്റെ ട്രെൻഡിലേക്ക് മാറുന്നില്ല. മാർക്കറ്റിൽ പണമുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ നെഗറ്റീവ്സുകളെയും തരണം ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് ജനത്തിൻ്റെ പണം ഒഴുകുന്നുണ്ട്. അത് ഭയങ്കരമായൊരു പോസിറ്റീവ് സംഭവമാണ്. മാർക്കറ്റിന് ഇടിഞ്ഞ് ഏറ്റവും താഴേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പണമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആവാനുള്ള എല്ലാ സാധ്യതകളും ഈ മാർക്കറ്റ് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അതെന്തുമാവട്ടെ, മാർക്കറ്റിനെ ശുഭപ്രതീക്ഷയോടെ തന്നെ നോക്കി കാണുന്നു ഞാൻ. നിങ്ങളും അങ്ങനെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ഒരു സൺഡേ ടോക്കിൽ പറയേണ്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും തള്ളിക്കളയാൻ പറ്റാത്ത എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നെയിമാണ് മൻമോഹൻ സിംഗ് എന്നുള്ളത് നമ്മൾക്കറിയാം. ഇന്ത്യയുടെ 2 പ്രാവശ്യം പ്രധാനമന്ത്രിയായ സാമ്പത്തിക വിദഗ്ധനാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട്. ഇന്ത്യ ചരിത്രത്തിലൊരു സ്ഥാനമുണ്ട്. ഇതൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില മൈനസുകളും സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണം തീരുന്ന 2014 സംഭവിച്ചത് നമുക്ക് കണ്ടത്. അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചത് നരസിംഹറാവു ഗവൺമെൻറ് ധനകാര്യ മന്ത്രിയായിരുന്നപ്പോഴാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകർന്ന് അടിഞ്ഞു കിടന്നപ്പോൾ അതിനെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി ഗ്ലോബലൈസേഷനൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു മന്ത്രിയാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹം കൊണ്ടുവന്ന ഗ്ലോബലൈസേഷനിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് രംഗത്തെ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിദഗ്ധത കൊണ്ട് തന്നെയാണ് ഒരു മാറ്റങ്ങൾ ഇവിടെ വന്നത്. ആ മാറ്റങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ എക്കണോമി ഇന്ന് ചലിച്ചു തുടങ്ങിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഉണ്ടായ മാറ്റങ്ങളാണ് ഇന്ന് ഈ രീതിയിൽ എത്തുന്നതിന് സഹായിച്ചത് എന്നുള്ളതിന് സംശയമില്ല. അടിത്തറ മൻമോഹൻ സിംഗിൻ്റേതാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴാണ്, പ്രധാനമന്ത്രിയായിരുന്നപ്പോഴല്ല. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പല പാളിച്ചകളും പറ്റിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ മറ്റുള്ളവരെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാളിച്ച. അദ്ദേഹത്തിന് കൂട്ടുമന്ത്രിസഭയായിരുന്നു. ആ മന്ത്രിസഭയിൽ കോൺഗ്രസിൽ തന്നെ ഉള്ളവരെ പോലും അദ്ദേഹത്തിന് നിയന്ത്രിക്കാനായിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും മൻമോഹൻ സിംഗിനെ നമ്മൾ ഓർക്കും, ഇന്ത്യക്കാർ ഓർക്കാതിരിക്കാനാവില്ല. കാരണം RTI ബില്ല് കൊണ്ടുവന്ന അദ്ദേഹമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ തികച്ചും വിപ്ലവകരമായ ബില്ലായിരുന്നു അത്. അതിവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു മൻമോഹൻ സിംഗ്. സാമ്പത്തിക രംഗത്ത് ഇന്ത്യക്കൊരു മാറ്റം വരുത്തിയത്, ഇന്ത്യയുടെ കോൺഗ്രസ് പിന്തുടർന്ന് വന്ന ഇടതുപക്ഷ ചിന്താഗതിയുള്ള സാമ്പത്തിക രംഗത്തിൽ നിന്ന് മാറാനൊരു തുടക്കം കൊടുത്തയാൾ മൻമോഹൻ സിംഗ് തന്നെയാണ്. ആ അടിത്തറയിലാണ് ഇന്ത്യൻ എക്കണോമി വളർന്നത്. ഇന്ത്യയിലെ ഏത് മാർക്കറ്റും വളർന്നത് അങ്ങനെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതിയ ചലനങ്ങളുണ്ടായത്, പുതിയ രീതിയിൽ സെബി നടപ്പാക്കി വന്നത്, ഇതെല്ലാത്തിനും കാരണക്കാരനായ നല്ലൊരു ധനകാര്യമന്ത്രിയായിരുന്നു നമ്മളുടെ മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ പാളിച്ചകളിലൂടെയാണ് കോൺഗ്രസ് ഈ പരുവത്തിൽ പോലും ആയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അഴിമതിക്ക് ഒരു നിയന്ത്രണങ്ങളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകൾ തന്നെ വീട്ടിൽ ടെലിഫോൺ എക്സ്ചേഞ്ചൊക്കെ നിർമ്മിക്കുക, എന്ത് നിയന്ത്രണമാണ് പിന്നെ പ്രധാനമന്ത്രിക്ക് അവരിലുണ്ടായിരുന്നത്? ചിദംബരത്തിൻ്റെ പേരിലുള്ള ആരോപണങ്ങൾക്ക് കണക്കുണ്ടോ ഇന്ന്?
ഇതിനൊക്കെ കാരണം എന്തായിരുന്നു? ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ സംഭവിച്ചത്. എന്തുമാവട്ടെ, സാമ്പത്തിക രംഗത്ത് അദ്ദേഹം നൽകിയ ആ പുതിയ ചലനങ്ങൾ, പുതിയ ഉണർവ് എന്ന് പറയുന്നത് ഇന്ത്യയെ ഉയർത്തി, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൽ മാറ്റം വരുത്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഇന്നത്തെ ഈ രീതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അടുത്തതായി നമുക്കൊന്ന് നോക്കാനുള്ളത് അടുത്ത ഒരു വർഷത്തെ മാർക്കറ്റിൻ്റെ ചലനത്തിന് സഹായകരമാകുന്ന ചില സെക്ടറുകളൊക്കെ ഏതാണെന്നൊന്ന് പരിശോധിക്കുന്നതിലാണ്. അതൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കൃത്യമായി ബാക്കിയുള്ള ഷെയറുകളെ സംബന്ധിച്ച് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും പറയുന്നതാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടർ IT മേഖല തന്നെയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ഒരു വർഷത്തിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് IT-യിൽ കൂടുതൽ അംഗങ്ങളെ അല്ലെങ്കിൽ തൊഴിലാളികളെ അവർ ചേർത്തിട്ടുണ്ട്. ഈ 2024 മിക്കവാറും കമ്പനികളെല്ലാം തന്നെ കൂടുതൽ ഹയറിംഗ് നടത്തിയിരിക്കുന്നു, അതായത് തൊഴിലാളികളെ എടുത്തിരിക്കുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ ഓർഡറുകൾ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ തന്നെ കൂടുതൽ കഴിഞ്ഞ വർഷത്തെ മെച്ചപ്പെട്ട ഓർഡറുകൾ കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവർ പലരും കൂടുതൽ തൊഴിലാളികളെ ചേർത്ത് അവ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ മേഖല നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അത് 2025 അത് നന്നായി പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന് പവർ മേഖലയാണ്. പവർ, പുതിയ തരം എനർജി, റിന്യൂവബിൾ എനർജി, സോളാർ, വിൻഡ് എനർജി, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നതും ഇലക്ട്രിസിറ്റി പ്രസരണത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും സെക്ടറുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികൾ, ഇവയിലൊക്കെ പോസിറ്റീവായ ഇത് കാണുന്നുണ്ട് എല്ലാവരും. മറ്റൊന്ന് ഈ ഡിഫൻസ് മേഖലയാണ്. ഡിഫൻസ് മേഖലയിൽ സ്പെൻഡിങ് കൂടുതൽ സർക്കാരിൻ്റേത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഡിഫൻസ് മേഖല അടുത്ത ഒരു മുന്നേറ്റം കൂടി നടത്താൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 25 എന്ന് കരുതുന്നു. ആ മേഖലയിലുള്ള സ്റ്റോക്കുകളെയും നോക്കി വയ്ക്കാവുന്നതാണ്. മറ്റൊരു മേഖല എന്ന് പറഞ്ഞത് നമ്മളുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. ഹോട്ടൽ ബിസിനസ്, ട്രാവലിംഗ് സംബന്ധമായ ബിസിനസ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്ന കമ്പനികളെ നോക്കി വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആൻഡ് കെമിക്കൽസ്. ഈ മേഖല വളരെയേറെ എല്ലാ തവണയും മാർക്കറ്റ് ഡിമ്മായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ താഴെ നിൽക്കുമ്പോൾ ബിയർ മാർക്കറ്റിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് പോലും പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഇടിവിനനുസരിച്ച് താഴെ പോകാതെ എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു സെക്ടറാണ് ഈ ഫാർമ, അല്ലെങ്കിൽ ഫാർമയും ഈ കെമിക്കൽസ് മേഖലയൊക്കെ. ഫാർമയ്ക്ക് വേണ്ടിയുള്ള കെമിക്കൽസ് ഉണ്ട്, API യുടെ വിതരണക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ സമയത്ത് നന്നായി മാർക്കറ്റിൽ പെർഫോം ചെയ്യുക. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഇടിവനുസരിച്ച് താഴെ പോകാതെ മാർക്കറ്റിൽ മുന്നിട്ട് നിൽക്കുന്ന ഷെയറുകളായിരിക്കും ഇവയില്ല. അങ്ങനെയൊക്കെയുള്ള സെക്ടറാണ് ഫാർമ മേഖല. അപ്പോൾ ഇത്തരം മേഖലകളിലാണ് തീർച്ചയായിട്ടും ഇത് ശക്തമായി മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ, ഇതുപോലെ വളരെ പ്രതീക്ഷാ നിർഭരമല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതെല്ലാം എല്ലാ തവണയും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനു മുമ്പും ഫാർമ മേഖലയൊക്കെ ഇടിഞ്ഞ മാർക്കറ്റിലാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരുന്നത്. അന്ന് അവരുടെ പെർഫോമൻസിലാണ് മാർക്കറ്റ് അങ്ങനെ പോകാതെ നിന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇത്തരം സെക്ടറുകളെ നമ്മളൊന്ന് വാച്ച് ചെയ്യുക. ബാക്കിയുള്ള ഈ തരം സെക്ടറുകളിൽ നിന്നുള്ള ഷെയറുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു വീഡിയോ ഉണ്ടാകുന്നതാണ്. പുതുവർഷത്തിൽ നമ്മൾക്ക് തീർച്ചയായും ആലോചിക്കാവുന്ന കാര്യമാണ്. നല്ല ഷെയറുകളെ സംബന്ധിച്ച അവലോകനങ്ങൾ ഉണ്ടാവണം. നമ്മളുടെ പോളിയോ എങ്ങനെയുണ്ട് എന്നുള്ളതനുസരിച്ച് അവലോകനം ഉണ്ടാവണം. അതിൽ നിന്ന് മാറ്റിക്കളയേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പുതിയതായി ചേർക്കേണ്ടത് ഏതാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിൽ അല്പം സൃഷ്ടിപരമായി ചിന്തിക്കുന്നവരാണ് മാർക്കറ്റിൽ വിജയിക്കുന്നത്. അവരാണ് മാർക്കറ്റിൻ്റെ ടെൻഡൻസി അനുസരിച്ച് നമ്മളുടെ പോളിയോയിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എല്ലാ കാലത്തും പെർഫോം ചെയ്യുന്ന ഷെയറുകളാവില്ല പലതും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി പുതിയ തരത്തിലേക്ക് മാറണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് വിജയിക്കാൻ പറ്റുക. ഓക്കെ, വീണ്ടും
അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഇതുപോലെ സ്റ്റോക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സെക്ടറുകളിലെ സ്റ്റോക്കുകളെ നമുക്ക് പരിചയപ്പെടാം. അതുവരെ നമസ്കാരം. നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ഇട്ടുമൊക്കെ ഒന്ന് സഹായിക്കുക. താങ്ക് യു. വീണ്ടും കാണാം.